നമസ്കാരം. ഇന്നത്തെ ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് ഡിസീസ് എലിമിനേഷൻ പ്രോഗ്രാംസ്? ഓപ്ഷൻസ്: ടു റെഡ്യൂസ് ഡിസീസ് ഇൻസിഡൻസ്, ടു റെഡ്യൂസ് ഡിസീസ് പ്രിവലൻസ്, ടു ഇൻറപ്റ്റ് ഡിസീസ് ട്രാൻസ്മിഷൻ, ടു എലിമിനേറ്റ് ഡിസീസ് കംപ്ലീറ്റ്ലി. ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ടു ഇൻറപ്റ്റ് ഡിസീസ് ട്രാൻസ്മിഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എലിമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്റ്റിങ്ഷൻ എന്താണ്? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പിഡമിക് എൻഡമിക് അത് തമ്മിലുള്ള വ്യത്യാസം. എപ്പിഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്ബ്രേക്ക് ആണ്. ഔട്ട്ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺകൺട്രോൾഡ് ആയിട്ട് ഒരു ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. ദെൻ എൻഡമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് എന്നുള്ളതാണ്. കോൺസ്റ്റന്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഡിസീസ് ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന സാഹചര്യമാണ് എൻഡമിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഔട്ട് ബ്രേക്ക് സംഭവിച്ചതിന് ശേഷം കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസിന്റെ നമ്പർ ഡേ ബൈ ഡേ കൂടിക്കൊണ്ട് ഇരുന്ന ഒരു സാഹചര്യം ഒരു പർട്ടിക്കുലർ കാലയളവ് കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനേജ്മെന്റ്, വാക്സിനേഷൻ പോലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ എടുക്കുന്നതിന്റെ ഫലമായിട്ട് ആ ഡിസീസിന്റെ നമ്പർ, ട്രാൻസ്മിഷൻ റേറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോവിഡിന്റെ കേസിൽ കണ്ടതാണ്. അങ്ങനെ കുറഞ്ഞു വരുന്ന ആ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ഡിസീസിന് മേൽ നമുക്കൊരു കൺട്രോൾ ലഭ്യമായി എന്നുള്ള രീതിയിൽ പറയുന്നത്. അതേസമയം എലിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സീറോ ട്രാൻസ്മിഷൻ ആണ്. അവിടെ ഡിസീസ് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരുന്ന ഒരു സാഹചര്യം ഇല്ലാതാവുകയാണ്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കി പറയുവാണെങ്കിൽ 2011 പോളിയോ കേസ് ലാസ്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 3 വർഷത്തോളം സീറോ ഇൻസിഡൻസ് ആണ്. പുതിയ കേസുകൾ പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ 3 വർഷം പുതിയ കേസ് റിപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ 2014 കൂടി തന്നെ ആ ഡിസീസ് ഓൾമോസ്റ്റ് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. അതേസമയം ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ആ ഡിസീസ് ഏജന്റ് പോലും നമ്മുടെ എൻവയോൺമെന്റിൽ ഇല്ലാത്ത സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പം എലിമിനേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിസീസ് ഇല്ല എങ്കിൽ പോലും ഡിസീസ് ഏജന്റ് നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇറാഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ടോട്ടലി ആ ഒരു പർട്ടിക്കുലർ പോളിയോ വൈറസ് എന്ന് പറയുന്ന ഏജന്റ് കൂടി ഇല്ലാതാവുന്ന സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അതിന് ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന 1980 കാലയളവിൽ സ്മോൾ പോക്സ് എന്ന് പറയുന്ന രോഗം അത്തരത്തിൽ ഇറാഡിക്കേറ്റഡ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അതേസമയം എക്സ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻവയോൺമെന്റിൽ നിന്ന് ഡിസീസ് ഏജന്റിനെ ഇല്ലാതാക്കി അതേപോലെ തന്നെ സീറോ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞത്. എങ്കിൽ പോലും ചില സമയങ്ങളിൽ ലാബുകളിൽ ഈ ഏജന്റ് കീപ്പ് ചെയ്യാറുണ്ട്. ചില ലാബുകളിൽ, ഓതറൈസ്ഡ് ലാബുകളിൽ വളരെ അതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സാമ്പിളുകൾ കീപ്പ് ചെയ്യാറുണ്ട്. അത് ലോകത്ത് 1-2 ലാബുകളിലായിരിക്കും ചിലപ്പോൾ കീപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, വേറൊരു കാലയളവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേരിയന്റുകൾ ജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയൊക്കെ അത് പ്രയോജനപ്പെടുത്താറുണ്ട്. അതിനുവേണ്ടിയാണ് ഇത് കീപ്പ് ചെയ്യുന്നത്. ഇനി ഈവൻ ലാബിൽ നിന്ന് തന്നെ ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നു. അപ്പൊ എൻവയോൺമെന്റിലും ഇല്ല, ലാബുകളിലും ഇല്ല. അങ്ങനെ ലോകത്ത് ഒരു സ്ഥലത്ത് പോലും ഒരു അണുവിനെ പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിനെ നമുക്ക് എക്സ്റ്റിങ്ഷൻ എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതെല്ലാം തമ്മിൽ ഉള്ള പ്രധാനപ്പെട്ട ഓരോ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ചെറിയ വ്യത്യാസം ഇട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടും അത് നോട്ട് ചെയ്ത് വെക്കുക. വളരെ കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ. താങ്ക് യു.